പരിശുദ്ധ കുർബാന എന്ന നിധിയെ, സ്വർഗത്തിൻ്റെ വിസ്മയത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, കുർബാന എന്ന ഈ ചൈതന്യദായകമായ അനുഭവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനും സ്വന്തമാക്കാനും അഭിഷേകം തരണേ. ദിവ്യകാരുണ്യേശോയെ, എല്ലാം അനുഗ്രഹമാക്കാൻ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ വചന ശ്രവണത്തിലേക്ക് പ്രവേശിക്കട്ടെ. ജോൺ മരിയ വിയാനി പുണ്യവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവം ദൈവമായിരിക്കെ തന്നെ വിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു സമ്മാനം ലോകത്തിന് നൽകാൻ അവിടത്തേക്കാവില്ല. കാർഡിനൽ ന്യൂമാൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയെ പുൽകാനായിട്ട് എനിക്കു കാരണമായി മാറിയത് ഞാൻ ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കുർബാന എന്ന നിധി കണ്ടെത്തി എന്നുള്ളതാണ്. ഒരു നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി ആ നിധിയെ സ്വന്തമാക്കുന്ന അതേ കൗതുകത്തോടെ, അതേ തീക്ഷ്ണഭാവങ്ങളോടെ കാർഡിനൽ ന്യൂമാൻ ഈ പരിശുദ്ധ കത്തോലിക്ക സഭയെ നെഞ്ചോട് ചേർത്ത് പുലുകിക്കൊണ്ട് നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്വാധീനം സമഗ്രമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹീതരായ ആത്മീയ പിതാക്കന്മാരൊക്കെ പരിശുദ്ധ കുർബാനയെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങളിൽ പറയുന്നത്, എനിക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തും സൗകര്യങ്ങളും കഴിവും സാധ്യതകളും എൻ്റെ മുമ്പിൽ നിരത്തി വെച്ചാലും, പതുരപ്പിയ പുണ്യം പറയണതാ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കണതാണ് എനിക്കതിലും പ്രിയങ്കരം. ലോകത്തിലെ മുഴുവൻ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് 1000 ആണ്ട് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ഈ പരിശുദ്ധ കുർബാനയുടെ സന്നിധാനത്ത് ആയിരിക്കണതാണ്. അതേ പാതിരപ്പിയ പുണ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സൂര്യനുദിക്കാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ കഴിയും, കുർബാനയില്ലാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. 5-6 മണിക്കൂർ ദൈർഘ്യത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കൊതി തീരാതെ തമ്പുരാനുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ആ അനുഭൂതിയിലായിരുന്നു കൊണ്ട് ഒടുവിൽ ഒരു കുർബാന ചൊല്ലിത്തീർക്കാൻ കഴിയാത്ത ആത്മബന്ധത്തിലേക്ക് ഈ അനുഗ്രഹീതനായ വിശുദ്ധ പാതിരപ്പിയ എത്തി നിൽക്കുകയാണ്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം, ഈ പരിശുദ്ധ കുർബാനയെ കാഴ്ചക്കാരെ പോലെ സമീപിക്കാതെ, വെറും കേൾവിക്കാരായിട്ട് പരിമിതപ്പെടാതെ, ഈ കുർബാനയോട് അടുത്തു നിൽക്കാനായിട്ടൊരു വ്യക്തി തീരുമാനമെടുക്കുമ്പം വിശുദ്ധർ പറയണത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടും, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിഷേകമായിട്ട് രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് ബർണാഡ് പുണ്യവൻ പറഞ്ഞത്, ലോകം മുഴുവനുമുള്ള തീർത്ഥാടനങ്ങൾ നീ നടത്തിയാലും, നിന്റെ സർവ്വസമ്പത്തും നീ ദാനം ചെയ്താലും അത് പരിശുദ്ധ കുർബാനയോളമാവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുഴുവൻ നിക്ഷേപങ്ങളെയും നാം പകുത്തു കൊടുക്കുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ, അത് ലൂർദിലും ഫാത്തിമയിലും മെജിഗോറയിലും ഇനി ഹോളി ലാൻഡിലും ഏത് തീർത്ഥയിടങ്ങളിലൂടെയും നീ നിൻ്റെ ജീവിതകാലം മുഴുവൻ നടക്കുന്നതിലും ആയിരിക്കുന്നതിലും പ്രിയങ്കരമായിട്ട് സ്വർഗം കരുതണത് പരിശുദ്ധ കുർബാനയാണ്. അത്രയ്ക്ക് വിലയുണ്ട് ഈ പരിശുദ്ധ കുർബാനയ്ക്ക്. വിശുദ്ധ ഫിലിപ്പിനേരിയൊക്കെ പറയും, ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഹൃദയം വീർത്തു വാരിയല്ല് പൊട്ടിയ വിശുദ്ധൻ. അതായത് പരിശുദ്ധ കുർബാനയെ ഒരാളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുമ്പം ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ മാറും, ദിശാബോധങ്ങൾ മാറും, ജീവിതത്തിന് തന്നെ സമഗ്രതയിൽ മാറ്റം ഉണ്ടാകാനായിട്ട് തുടങ്ങും. കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പം, കുർബാനയോട് ബന്ധപ്പെട്ട ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പം എനിക്കങ്ങനെ അറിയാം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലുടനീളം നിലപാടുകൾ സ്വീകരിച്ചിട്ട് കുർബാന ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, എടുത്തു മാറ്റാനാവാത്ത, വേർപെടുത്താനാവാത്ത വിധമുള്ള ആത്മബന്ധമായിട്ട് കുർബാന മാറിയപ്പം ഒരു ചേച്ചി പറയാം, ഈ ലോക്ക്ഡൗണിനൊക്കെ ബന്ധപ്പെട്ട് പരിശുദ്ധ കുർബാന ഇല്ലാതാകുമെന്നറിഞ്ഞപ്പം ചങ്കുപൊട്ടിയെന്ന്. പരിശുദ്ധ കുർബാന ഇല്ലാതാകുമെന്നറിഞ്ഞപ്പം ചങ്കുപൊട്ടിയെന്ന് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ പരിശുദ്ധ കുർബാനയാണ് ദൈവത്തിന് ഭൂമിയോടുള്ള സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, വാത്സല്യത്തിൻ്റെ, പരിഗണനയുടെ ഏറ്റവും ഉദാത്തമായ ഭാവം. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്, ഇത് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടവും സങ്കേതവും ഉച്ചയുമാണ്. സമിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. എല്ലാ കൂദാശകൾക്ക് ആവശ്യമുള്ള ഊർജം ആവാഹിച്ചെടുക്കുന്ന ഇടമാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയോട് ചേരുകയല്ലാതെ,
കുർബാനയോട് ചേർന്ന് ചിന്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും അല്ലാതെ ഒരു വ്യക്തിക്ക്, ട്രെൻഡ് കൗൺസിലിൻ്റെ വാക്കുകളാണ്, ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ പ്രവൃത്തി അത് പരിശുദ്ധ കുർബാന. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ചെയ്യാവുന്ന ഏറ്റവും ഉന്നതമായ പ്രവൃത്തി, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി അത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയും, പരിശുദ്ധ കുർബാനയോളം അത്ഭുതമുള്ള ഇടത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓരോ വിശുദ്ധരും ഇങ്ങനെ പരിശുദ്ധ കുർബാനയെ അടുത്ത് സ്നേഹിച്ച് അനുഭവിച്ച് കഴിയുമ്പം അവർ പറയാണ്, ഈ പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിന് നൽകുന്ന സ്വാധീനം ചിന്തയ്ക്കതീതമായിട്ടുള്ളത്. പുണ്യമതി ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാൻ നിന്നോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക? ഈശോ പറഞ്ഞത്, നീ പരിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടെ പങ്കെടുക്കുക. ദൈവത്തോടൊരാൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആത്മീയ പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, പരിശുദ്ധ കുർബാനയെക്കാളും ശ്രേഷ്ഠമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊന്നുമില്ല. ചീഞ്ഞളിഞ്ഞ ജീവിതങ്ങളെ മുഴുവനും സ്വന്തമെന്നു കരുതി ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു പരിഭവങ്ങളുമില്ലാതെ, ഒരു മനഃചാഞ്ചല്യവുമില്ലാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ശുശ്രൂഷിക്കാൻ കഴിയുന്ന ആത്മീയ ബലത്തിൻ്റെ അടിസ്ഥാനം ലോകം തരുന്ന ഒന്നുമല്ല, അത് പരിശുദ്ധ കുർബാനയുടെ ബലമാണ്. അത് പരിശുദ്ധ കുർബാനയുടെ ബലമാണ്. ഓരോ വിശുദ്ധരും ഇതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും സന്തോഷത്തിലും ആനന്ദത്തിലുമൊക്കെ എനിക്ക് കരുത്തായിട്ട് മാറിയത് പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്ത്. സഭാപിതാക്കന്മാരുടെയൊക്കെ ഓർമ്മപ്പെടുത്തൽ ഈ കുർബാനയുടെ ആത്മീയതയെ തൊട്ടുണർത്താൻ തക്ക വിധം അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. ബെനഡിക്റ്റ് പാപ്പായുടെ വാക്കുകൾ ഓർമ്മിക്കണം, ഇത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്, ഇത് ആഘോഷിക്കേണ്ട രഹസ്യമാണ്, ഇത് ജീവിക്കേണ്ട രഹസ്യമാണ്. പരിശുദ്ധ കുർബാന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസക്കണ്ണിലൂടെ മാത്രം കണ്ടാൽ അറിയാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഇടമാണ്. തോമസ് അക്വിനാസ് പുണ്യം പറയും, വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാലേ ഈ പരിശുദ്ധ അൾത്താരയിൽ ഈശോയെ കാണാൻ പറ്റൂ, സ്വർഗം നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. ഒരു വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്നിട്ട് വേണം നീ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാനും കുർബാനയെ സമീപിക്കാനും. അത് വിശ്വസിക്കേണ്ട രഹസ്യമാണ്, അത് ആഘോഷിക്കേണ്ട രഹസ്യമാണ്. ഗതികെട്ടിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരല്ല നമ്മളൊരാഘോഷത്തിന് പോകുന്ന ആത്മീയ സുഖത്തോടു കൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോകണം. തീർന്നില്ല, ഇത് ജീവിക്കേണ്ടതാണ്. ചലിക്കുന്ന സക്രാരിയാകാനായിട്ടുള്ള വിളിയ പരിശുദ്ധ കുർബാന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയ സക്രാരിയിൽ ചേക്കേറുന്ന തമ്പുരാൻ, ഈ ഹൃദയമാകുന്ന സക്രാരിയെ സ്വന്തമാക്കുന്ന തമ്പുരാൻ പിന്നീട് അടച്ചുപൂട്ടപ്പെട്ട ദേവാലയത്തിനകത്ത് സക്രാരിക്കുള്ളിലല്ല, ഞാനാകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിലായിരിക്കുമ്പം ഞാൻ ചലിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ്. എന്നെ കാണുന്നവർക്കൊക്കെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയുമെന്ന് പറഞ്ഞ് ആദരവോടെ കൈകൂപ്പി നിൽക്കാൻ തക്ക വിധം എൻ്റെ ജീവിതം മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നോർത്ത് നോക്കിക്കും. അതുകൊണ്ട് വിശുദ്ധരിങ്ങനെ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മദർ തെരേസ പറയുന്നുണ്ട്, കുരിശിലെ തമ്പുരാനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച തമ്പുരാനെ ഞാൻ ഓർമ്മിക്കുന്നു. എന്നാൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയെ നോക്കുമ്പം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന തമ്പുരാനെ ഞാൻ തിരിച്ചറിയും. കുർബാനയുടെ ആത്മീയതയെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാക്കുമ്പം, ആവർത്തിച്ച് നാം ജീവിതത്തിൻ്റെ ധ്യാനമാക്കുമ്പം നമ്മൾ തിരിച്ചറിയും, വിശുദ്ധർ പറയുക, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം. അതാണ് വിശുദ്ധ ജർത്രൂദ് പറഞ്ഞത്, ജീവിതകാലത്തു നീ യോഗ്യതയോടെ അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് നിൻ്റെ മരണശേഷം അർപ്പിക്കുന്ന 1000 കുർബാനയെക്കാളും യോഗ്യതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, വിലയുണ്ട്. അപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കണം. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നീ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടിനും അനുഗ്രഹമുണ്ട്, ഓരോ ചുവടിനും അനുഗ്രഹമുണ്ട്. ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരാൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ, ജീവിതത്തിൽ കടന്നു പോകുന്ന സഹനങ്ങൾ ദൈവം അത് കാണും. എനിക്ക് അങ്ങനെയുള്ള ആളുകളെ അറിയാം. മുടങ്ങാതെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ദേവാലയത്തിനടുത്ത് വീട് വേണമെന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം
കുറേയും കൂടെ അടുത്ത് ദേവാലയത്തോട് ചേർന്ന് വീട് കൊടുത്ത അനുഭവങ്ങൾ, നേർക്കാഴ്ചകൾ എൻ്റെ മുമ്പിലുണ്ട്. വിദേശത്തൊരു മനുഷ്യൻ എന്നോട് പങ്കുവെച്ചു, വീടിനടുത്ത് ഒരു ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അനുഗ്രഹത്തോടെ അധിക സമയം ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കാനും ബലിയിൽ പങ്കെടുക്കാനും കഴിയുമായിരുന്നു. ദൈവം വളരെ കൃത്യതയോട് കൂടിയിട്ട് ആ ദേശത്തിൻ്റെ ദേവാലയം ഇയാൾ താമസിക്കുന്ന ഇടത്തിന് അരികിലായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. വിശുദ്ധ പീറ്റർ ജൂലി നെയ്മാർ പറയും, ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തിയും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും അത് പരിശുദ്ധ കുർബാനയാണ്. ഏറ്റവും ഉന്നതമായൊരു പ്രവൃത്തി, ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന അത് പരിശുദ്ധ കുർബാനയാണ്. കുർബാനയെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിപ്പിച്ച വിശുദ്ധർ, ഒരുപാട് ധ്യാനിച്ച വിശുദ്ധർ, തികച്ചും വിശുദ്ധ അൽഫോൺസ് ഗ്രിഗോരിയൊക്കെ പറയുന്നത്, ഈ പരിശുദ്ധ കുർബാനയെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പം, ഒരുപാട് പരിശുദ്ധ കുർബാനയെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പം ജീവിതത്തിലുണ്ടായ മാറ്റം അത് സങ്കല്പത്തിനതീതമാണ്. അങ്ങനെ വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയ ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ നൽകുകയാണ്. നമ്മളിങ്ങനെ വെറും കാഴ്ചക്കാരായിട്ട് കുർബാന കണ്ടു മടങ്ങുന്നവരാകാതെ കുർബാനയെ അനുഭവിച്ചു മടങ്ങാൻ, കുർബാനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാൻ പഠിക്കണം. ഫുൾട്ടൻ ജെഷീൻ ബിഷപ്പ് പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ നീ ചോദിക്കുന്നതൊക്കെയും ദൈവം തരും, ഒന്നും നിനക്ക് ദൈവം നിഷേധിക്കില്ല. ഇനി പരിശുദ്ധ കുർബാനയിൽ നീ ചോദിച്ചത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ ഓർക്കുക, അത് സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ട്, ദൈവം തരാത്തത് കൊണ്ടല്ല, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ ഓർമ്മിക്കണം, ഇന്ന് നമ്മുടെ നെഞ്ചിലുണ്ടാകേണ്ട, ഹൃദയത്തിലുണ്ടാകേണ്ട, ജീവിതത്തിലുണ്ടാകേണ്ട ഒരു വലിയ ബോധ്യമാണ് കുർബാനയേക്കാൾ വലുതായിട്ട്. അതാണ് വിശുദ്ധ കോൾബേ പറഞ്ഞത്, ദൈവത്തിൽ അസൂയ, മാലാഖമാർക്ക് അസൂയ എന്നൊരു വികാരം ഉണ്ടെങ്കിൽ അവർക്ക് ഭൂമിയിലുള്ള മനുഷ്യരോട് അസൂയ തോന്നുന്ന ഒരേ ഒരു കാര്യം നമുക്ക് കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ നിന്നും പങ്കെടുക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഏതു തലത്തിൽ നോക്കിയാലും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാന. സമയമില്ലെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കുർബാനയെ ഉപേക്ഷിക്കുന്ന ആളുകളോടൊക്കെ വാഴ്ത്തപ്പെട്ട ഫെഡറിക് അവസാനം പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സമയം ക്രമപ്പെടുത്തിയതിനു ശേഷം നീ നിന്റെ ദിനചര്യകളെ ക്രമപ്പെടുത്തിയാൽ നീ പോലും അറിയാതെ ദൈവം നിന്റെ ആ ദിവസത്തെ ക്രമീകരിച്ച് നിന്നെ അനുഗ്രഹിക്കും. കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സമയം ഒന്ന് മാറ്റിവെക്കുക, കുർബാനയോട് ബന്ധപ്പെടുത്തി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്നായി പരിശുദ്ധ കുർബാനയെ കാണുക. ദൈവത്തിനും ഈ ആത്മീയ കർമ്മത്തിനും വേണ്ടി ജീവിതത്തെ ചേർത്ത് വയ്ക്കുക. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം, പരിശുദ്ധ കുർബാന മുടങ്ങാറെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ട് കുർബാനയുടെ ആത്മീയതയെ ഒരു കുറവും കൂടാതെ ജീവിക്കാൻ തീരുമാനിച്ചിട്ട് തമ്പുരാനോട് അവകാശത്തോടെ ചോദിച്ച് അനുഗ്രഹം പ്രാപിച്ചത്. നമ്മളൊക്കെ പരിചയപ്പെട്ട പുസ്തകത്തിലൂടെയൊക്കെ അറിയുന്ന തങ്കച്ചൻ തുണ്ടിയിൽ 10-18 വർഷമായിട്ട് കുർബാന മുടങ്ങാതെ തമ്പുരാനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ജീവിതം. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പച്ച ജീവിതങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും പ്രതികൂലതയിലും ബലം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തമ്പുരാനോട് ചേർന്ന് അനുഗ്രഹത്തോടു കൂടെ വ്യാപരിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. വിശുദ്ധരൊക്കെ നമ്മളോട് പറയാം, ഈ കുർബാനയെ നീ അവഹേളിക്കരുത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, 2 കൂട്ടർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട, കുർബാനയോട് ഒരടുപ്പവും കാണിക്കേണ്ട, നീ പാപിയല്ലെങ്കിൽ, നിനക്ക് ദൈവകരുണ ആവശ്യമില്ലെങ്കിൽ. ദൈവത്തിൻ്റെ കാരുണ്യവും നിൻ്റെ ജീവിതത്തിൽ വേണ്ടെങ്കിൽ നീ കുർബാനയ്ക്ക് പോവണ്ട. നീ പാപിയല്ലെങ്കിൽ നീ കുർബാനയ്ക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നീ പാപിയാണെങ്കിൽ ദൈവകരുണ നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ നീ കുർബാനയിൽ മുടങ്ങാൻ പാടില്ല. ഇങ്ങനെ ഈ ദൈവം ഇത്രമാത്രം അടുത്തുള്ള, ഇത്രമാത്രം കരുതലോടെ ഒപ്പം നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിൽ ഏറെ കൊതിയോടെ കുർബാനയെ സ്നേഹിക്കാം. ഏറെ സമയം ഈ ദിവ്യകാരുണ്യ സന്നിധാനത്തിരിക്കാം. എന്തുമാത്രം ഡോൺ ബോസ്കോ പുണ്യം പറഞ്ഞതാ, എന്തുമാത്രം അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതിനാനുപാതികമായിട്ട് നീ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ വ്യാപരിക്കുക. പിന്നെ നീ കാണുന്നത് മുഴുവനും അത്ഭുതമായിരിക്കും, വിസ്മയമായിരിക്കും. നമുക്കും പ്രാർത്ഥിക്കാം.